വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇപ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമോ? അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിനുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ള കേസ് ആ കേസ് വന്നപ്പോഴും ഇതുപോലെ ഇന്ന് പിണറായി അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, അത്തരത്തിലൊരു വാർത്തകളൊക്കെ വന്ന് പക്ഷെ അവസാനം ആ കേസിൽ നിന്ന് പിണറായി വിജയന് അറസ്റ്റുമില്ല, ആ കേസ് പോലും ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നതുമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ മാസപ്പടി കേസും അങ്ങനെ അങ്ങ് തള്ളിപ്പോകും. അല്ല, മാസപ്പടി കേസിൽ ഒരു കാര്യമുള്ളത്, പിണറായി വിജയൻ്റെ മകളായ വീണ തൈക്കണ്ടി കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്യാതെ കാശ് കൈപ്പറ്റിക്കൊണ്ടിരുന്നു. ഇതാണ് സംഭവം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെ മകൾ എന്ന നിലക്കാണ് കരിമണൽ കർത്ത ഇവൾക്ക് കാശ് കൊടുത്തത് എന്നുള്ള കാര്യം മൂക്ക് കീഴ്പോട്ടായിട്ടുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിയമപരമായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും പിണറായി വിജയനെ ഇതിനകത്തേക്ക് ബന്ധിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഒന്നുകിൽ കർത്ത പറയണം, ഞാൻ ഈ കാശ് കൊടുത്തത്, ഒരു സേവനവും ചെയ്യാതെ കാശ് കൊടുത്തത് പിണറായി വിജയൻ്റെ ഫേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കർത്ത പറയണം. അല്ലെങ്കിൽ വീണ പറയണം, അച്ഛൻ്റെ സ്വാധീനത്തിന് പെട്ടിട്ടാണ് എനിക്ക് ഇയാൾ ഒരു വിശേഷിച്ചൊരു സേവനവും ചെയ്യാതെ കാശ് തന്നതെന്ന് പറയണം. അതല്ലെങ്കിൽ എങ്ങനെയാണ് പിണറായി വിജയനെ ഇതിനകത്തേക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക? കാരണം വീണ തൈക്കണ്ടി വിവാഹിതയാണ്, അവർ വേറെ വീട്ടിൽ താമസിക്കുന്നൊരു പൗരയാണ്, അവർക്ക് അവരുടെ ജീവിതമുണ്ട്, പിണറായിക്ക് പിണറായിയുടെ ജീവിതം. എൻ്റെ മകളാണെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ അവർ സെപ്പറേറ്റായിട്ട് ജീവിക്കുന്നൊരു കേസാണ്. അതിനകത്ത് ഞാൻ ഇടപെടുന്നത് എങ്ങനെയാണ്? അവരുടെ ബിസിനസ് കാര്യങ്ങളിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും നിയമത്തിൻ്റെ മുമ്പിൽ? പക്ഷേ വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അതെന്താണ്? പിണറായി വിജയൻ്റെ മകളെന്ന നിലക്ക് പിണറായി വിജയൻ്റെ സേവ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മകൾക്ക് ഈ കാശ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രവുമല്ല, അങ്ങനെ വിദഗ്ധമായിട്ടൊരു കമ്പനി നടത്തിക്കൊണ്ട് പോകാനുള്ള കെൽപ്പുള്ളൊരു സ്ത്രീയാണ് ഈ വീണ തൈക്കണ്ടി എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ വലിയതൊന്നുമില്ല. തരികിട പരിപാടികളിലൂടെ ചില്ലറ അടിച്ചു മാറ്റുന്ന പണിയാണ് അവർ ആകെ ഇതുവരെ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകള് ഈ കരിമണൽ കർത്തയുടെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. പക്ഷേ വേറൊരു തലമുണ്ട് ആ കേസിന്. ആ തലം എന്താണെന്ന് വെച്ചാൽ, കരിമണൽ കർത്ത എല്ലാവർക്കും വഴിയെ പോകുന്നവർക്കടക്കം ഒരുപാട് പേർക്ക് പണം കൊടുത്തിട്ടുണ്ട്. കർത്ത അതിനൊരു വാചകം പറഞ്ഞതായിട്ട് കേൾവിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ കാശ് കൊടുത്താലേ എനിക്ക് ഈ സാധനം കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അത് ഈ വ്യവസായം തുടങ്ങാൻ വേണ്ടി വരുന്നവർക്കൊരു വലിയ മുന്നറിയിപ്പാണ്. എന്താണ് ആ മുന്നറിയിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യവസായം കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇനാം കൊടുത്താലേ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൽ വരുന്ന കാശ് കൈപ്പറ്റിയവരുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ പേരുമുണ്ട്. അതിൽ വിശദമായിട്ടൊരു അന്വേഷണം നടന്ന് അത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ പിണറായി വിജയനെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിണറായി വിജയനകത്ത് കുടുങ്ങില്ല. പിണറായി വിജയൻ മറ്റനേകം വലകൾ പൊളിച്ച് രക്ഷപ്പെട്ടേക്കണ തിമിംഗലം പോലെ ഇതിൻ്റെ വലയും പൊളിച്ച് രക്ഷപ്പെടും. കാരണം അതിൻ്റെ കാരണം ഇതാണ്. കാരണം അത് എനിക്കറിയില്ല, അവർ വേറൊരു കുടുംബത്തിൽ ജീവിക്കുന്ന സ്ത്രീയല്ലേ, അവർക്ക് അവരുടെ ജീവിതമല്ലേ, എൻ്റെ ജീവിതമല്ലല്ലോ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ബാക്കി മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടി വരില്ലേ? പക്ഷെ കാര്യം നമുക്കറിയാം. എന്ത്? പിണറായി വിജയൻ കാരണമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, കർത്തക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് കൊണ്ട് കാശ് കൊടുക്കാനായിട്ട് എന്താണ് വേറെ വല്ല പ്രാന്തണ്ട? അതില്ലല്ലോ. പിന്നെ കർത്തയാണെങ്കിൽ അങ്ങനെ വെറുതെ ഒരാൾക്കും 10 പൈസ കൊടുക്കുന്ന ആളല്ല എന്നാണ് കർത്തയെ അറിയാവുന്നവർ പറയുന്നത്. ഒരാൾക്ക് 10 രൂപ കൊടുക്കണമെങ്കിൽ അയാളെ കൊണ്ട് 100 രൂപയുടെ നേട്ടം ഉണ്ടെങ്കിൽ കർത്ത ഒരാൾക്ക് 10 രൂപ കൊടുക്കുകയുള്ളൂ അത്രേ എന്നാണ് കർത്തയെക്കുറിച്ച് പറയുന്നത്. ഗുരുവായൂരപ്പന് പോലും കർത്ത അങ്ങനെയാണ് കൊടുക്കണതെന്നാണ് പറയുന്നത്. പുള്ളി ഗുരുവായൂരപ്പ ഭക്തനുമാണ്. അതിനിടയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, കാരണം ഇയാളും ഭക്തനാണ്, രാജ്യത്തെ മുഴുവൻ മുടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുത്തനും ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ട് കഴിയാണ്.
ഇത് രാജ്യത്തെയാണല്ലോ ഒറ്റ കൊടുക്കുന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ലല്ലോ. അപ്പോൾ അതിൽ കാശ് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പിടിക്കുമോ? അങ്ങനെ പിടിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും കാശ് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടെന്നാണ്. പാർട്ടിക്ക് വേണ്ടി കാശ് വാങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അന്ന് പാർട്ടിക്ക് വേണ്ടി കാശ് വാങ്ങിയപ്പോൾ ഇത് രസീത് കൊടുത്തിട്ടുണ്ടാകണം. ആ രസീതിൻ്റെ കൗണ്ടർ ഫോയിൽ അവിടെ ഉണ്ടാകണം. 2, ഈ വാങ്ങിയിരിക്കുന്ന പണം പാർട്ടി അക്കൗണ്ടിൽ വരികയും ആ അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന വാർഷിക കണക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കണം. അത് പരിശോധിച്ചറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ കാശ് വാങ്ങിയിട്ട് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൈക്കൂലിയും അഴിമതിയുമാണ്, അതിൽ പിടിവീഴും. ഇതാണ് പിണറായി വിജയൻ PVക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണം. ഇനീഷ്യലിലാണ്. രാഷ്ട്രീയക്കാർ പറയുന്നൊരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, അതിപ്പോൾ എല്ലാവരും മേടിച്ചിട്ട്, എല്ലാവരും മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മേടിച്ചതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേടിച്ചതിൻ്റെ കണക്ക് കൊടുക്കണം. മേടിച്ചതിൻ്റെ കണക്ക് കൊടുക്കാതിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരാരും കണക്ക് കൊടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് ചില്ലറയായിട്ട് മേടിച്ച് ചില്ലറയായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന സമയത്തായിരിക്കാം മേടിച്ചിട്ടുണ്ടാവുക, പാർട്ടിക്ക് വേണ്ടിയും ആയിരിക്കാം, പാർട്ടി ചെലവിലേക്ക് വേണ്ടി ആ പണം ചെലവഴിച്ചിട്ടും ഉണ്ടാകാം. പക്ഷേ അത് കണക്കിലുണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് വരും. പിണറായി വിജയൻ ഇതിനകത്ത് ബന്ധപ്പെടണമെങ്കിൽ ആ രീതിയിലേ ബന്ധപ്പെട്ട് നിൽക്കുള്ളൂ, മറ്റേ രീതിയിൽ നിൽക്കില്ല. കാരണം പിണറായി ഉടനെ എടുക്കാൻ പോകുന്ന ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ, വീണ എൻ്റെ മകളാണ്, അവൾ വിവാഹിതയാണ്, അവൾ ഭർത്താവുമായിട്ട് വേറെ താമസിക്കുകയാണ്, വേറൊരു കുടുംബമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമല്ല ഇപ്പോൾ. ഏകദേശം അതേ നിലപാട് തന്നെയല്ലേ ഇപ്പോൾ CPM എടുത്തുകൊണ്ടിരിക്കുന്നത്? അത് ഇപ്പോൾ CPM പറയണതാണ്. കാരണം വീണയ്ക്കെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ വീണ നോക്കും, ഞങ്ങൾക്ക് ബാധകമാണ്. കാരണം വീണ പാർട്ടിക്കാരിയുമല്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല വീണക്ക്. പക്ഷേ പാർട്ടി എന്താണ് അവരുടെ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് നടക്കുന്ന സമയത്ത് മുൻനിരയിൽ സീറ്റുണ്ട്. അത് പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ ഭാര്യയും മകളും എന്ന നിലക്കാണ് മുൻനിരയിൽ ചുവന്ന സാരി ഉടുത്ത് പോയിരിക്കാൻ കഴിയുന്നത്. കാരണം വിപ്ലവത്തിൻ്റെ ഒരു മുദ്ര അതാണല്ലോ, ചുവപ്പാണല്ലോ. ആ ചുവപ്പ് വസ്ത്രം ധരിച്ചു പോയിരിക്കാം. അതല്ലാതെ അവർ പാർട്ടിക്കാരിയുമല്ല. അപ്പോൾ പാർട്ടി പറയും, പാർട്ടിക്കാരി അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്ന പ്രശ്നമില്ല, ഞങ്ങളത് വിട്ടെന്ന് പറയും. പക്ഷെ അങ്ങനെ വിട്ട് കഴിയുമ്പോഴേക്കും പിണറായി ഇല്ല അതിനകത്ത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പിണറായി ഇല്ല. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വരുന്നത് വീണ തൈക്കണ്ടിയുടെ ഭർത്താവും വരും, ഇപ്പോഴത്തെ ഭർത്താവും വരും. അതല്ലാതെ വേറെ ആരും വരില്ല അതിനകത്ത്. അപ്പോൾ പിണറായി വിജയൻ ഈ കേസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്ഡ് അല്ല എന്നുള്ള, ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിരിക്കണ ഒറ്റ കാര്യമുള്ളൂ, അവിടെ നിന്ന് ചില്ലറ മേടിച്ചേക്കണാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം ആരംഭിച്ചിട്ടില്ലല്ലോ. ED അന്വേഷിക്കും അതിനെക്കുറിച്ച്, ED ചോദിച്ച് അന്വേഷിക്കും. ആ സമയത്ത് പിണറായി വിജയൻ അതിനകത്ത് പ്രതിസ്ഥാനത്ത് വരികയുള്ളൂ. വീണ തൈക്കണ്ടിക്ക് കാശ് കൊടുത്തതിൽ പിണറായി വിജയൻ കാരണമാണ് കാശ് കൊടുത്തതെന്നത് സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് അതിനകത്ത് പിണറായി വിജയനെ ഉൾപ്പെടുത്താനായിട്ട് വലിയ പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്തിലിപ്പോൾ വീണ വിജയൻ ഇതുവരെ ആ ഒരു സോഴ്സ് ആണല്ലോ പറയാതിരിക്കുന്നത്, വാങ്ങി എന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷേ സേവനമില്ലാതെ ഒരാൾ ഇത്ര വലിയ എമൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മണി ആയിട്ട് തന്നെയല്ലേ നിലനിൽക്കുന്നത്? അല്ല, അതിന് ടാക്സ് കൊടുത്തിട്ടില്ലേ? ബ്ലാക്ക് മണി അല്ലല്ലോ, ടാക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കുഴപ്പം വരുന്നത് എവിടെയാണെന്നറിയാമോ? കുഴപ്പം വരുന്നത്
പബ്ലിക് മണി ലൂട്ടിങ്ങിൽ വരും അതിനകത്ത്. പബ്ലിക്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കമ്പനിയിൽ 14% ഷെയർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 14 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. ആ 14 രൂപ ഇങ്ങനെ കൊടുത്തത് അഴിമതിയായിട്ട് കമ്പനിക്കെതിരെ വരും. കാരണം അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കമ്പനി നടത്തുന്നു എന്ന് കരുതിയിട്ട് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് കമ്പനിയുടെ പണം എടുത്തിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിക്കാനായിട്ട് പ്രൊവിഷൻ ഇല്ല. കമ്പനിയുടെ ആവശ്യത്തിനല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. ഇത് പബ്ലിക് മണി ലൂട്ടിങ് കൂടി വന്ന്, കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടേണ്ട 14 രൂപ 100 രൂപ കൊടുത്തപ്പോൾ ഇയാൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപ വീണ തൈക്കണ്ടിക്ക് കൊടുത്ത സമയത്ത് ഒരു സേവനവും നടത്താതെ കൊടുത്ത സമയത്ത് ഇയാൾ 14,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എത്ര 1 കോടിയല്ലേ കൊടുത്തിരിക്കും? 1,72,00,000 രൂപ. ആ 1,72,00,000 രൂപ കൊടുത്തപ്പോൾ 14 ലക്ഷം, 14 പിന്നെ എല്ലാം കൂടി വരുമ്പോഴേക്കും 14 7 21 ഒരു 25 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വീണ തൈക്കണ്ടിയല്ല, കറുത്ത മറുപടി പറയേണ്ടി വരും. അത് അഴിമതി കേസാണ്, കറുത്തക്കാരിൽ നിന്ന് ഊരാനും പറ്റില്ല. അതിൽ വീണയും പെടും. കാരണം ഒരു സേവനവും ചെയ്യാതെ സർക്കാരിൻ്റെ പൈസ അടിച്ചു മാറ്റി എന്ന കേസിൽ വീണയും വരും. അതും കൂടി അതിനകത്ത് ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. കാരണം സർക്കാരിൻ്റെ കാശുണ്ടല്ലോ, 14% ഷെയറുണ്ട്. അപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ 14 രൂപയുണ്ട്. അത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കണക്കിലില്ല എത്ര കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്ന് മാത്രവുമല്ല, അത് വീണ്ടും കുഴപ്പത്തിലേക്ക് ഇന്ന് ചാടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്പോൺസിബിളായിട്ട് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുകയോ പണം കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇതിനകത്ത്. അതിന് വേറെ സമാനം പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ കരിമണൽ കറുത്ത ഇത് പലതരത്തിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. അതിൽ വരുന്ന സമയത്ത് ഈ അഴിമതിയുടെ ഭാഗമായിട്ട് വീണ തൈക്കണ്ടിയും വരും. അതിലൊരു സംശയവും വേണ്ട. പക്ഷെ അപ്പോഴും പിണറായി വിജയനകത്ത് ലിങ്ക് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പാടായിരിക്കും. കോടതിയിലേക്ക് ഇനിയിപ്പോൾ കേസ് എടുത്താൽ പിന്നെ കോടതിയിൽ പോകുമ്പോൾ അത് നിലനിൽക്കുമെന്ന് സംശയം വരും. പിണറായി വിജയൻ ബുദ്ധിയുള്ളവനാണ്, അപ്പോൾ അതുകൊണ്ട് പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എല്ലാത്തിലും പിണറായി ഉണ്ട് എന്നുള്ളതാണ്. എവിടെ ഒരു കുഴപ്പം നടക്കുന്നുണ്ടോ സാമ്പത്തികമായിട്ട്, ആ സാമ്പത്തികമായ കുഴപ്പത്തിൽ പിണറായിക്ക് കൂടി പങ്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നൽകുന്ന സൂചന. എല്ലാവർക്കും കട്ടുവെന്ന് അറിയുകയും ചെയ്യാം, പക്ഷേ കട്ടവനെ പിടിക്കാനും പറ്റില്ല. കാരണം ഇത് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ ഇയാൾ കാശ് കൊടുക്കില്ലല്ലോ. പക്ഷെ അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ കോടതിയിലൊക്കെ ഇയാൾ പറയണം, ഞാൻ ഇന്നതുകൊണ്ടാണ് കാശ് കൊടുത്തതെന്ന്. ഞാൻ വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കില്ല. എന്തിനു കൊടുത്തു? പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുത്ത സമയത്ത് അത് മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഫേവർ കിട്ടാനാണെന്ന് സ്വാഭാവികമായിട്ടും പറയാവുന്നതാണ്. അതൊക്കെ ഉണ്ടെങ്കിലും അതിന് കോടതി കൊണ്ടേ തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.